സോ നമ്മൾ നോക്കാൻ പോകുന്ന റിയൽ അനാലിസിസിലെ ആദ്യത്തെ മൊഡ്യൂളിലെ ആദ്യത്തെ സെക്ഷൻ ആണ് അബ്സല്യൂട്ട് വാല്യൂ ആൻഡ് ദ റിയൽ ലൈൻ. അപ്പൊ നമ്മൾ ഈ സെക്ഷനിൽ നോക്കാൻ പോകുന്നത് അബ്സല്യൂട്ട് വാല്യൂ ആയിരിക്കും. അപ്പോൾ എന്താണ് അബ്സല്യൂട്ട് വാല്യൂ? നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ മേ ബി ഇതിനെ മോഡുലസ് എന്ന് പറഞ്ഞായിരിക്കും പഠിച്ചിരിക്കുക, അല്ലെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂ എന്നായിരിക്കും നിങ്ങൾ പറഞ്ഞ് പഠിച്ചിരിക്കുക. അപ്പൊ എന്താണ് അബ്സല്യൂട്ട് വാല്യൂ? നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ എക്സാമ്പിൾ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന ഒരു സാധനമാണ് അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പൊ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് 5 എന്ന് പറഞ്ഞാൽ എന്താണ്? 5 തന്നെയാണ്. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് -5 എന്താണ്? അതും 5 തന്നെയാണ്. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യം, അബ്സല്യൂട്ട് വാല്യൂവിനകത്ത് പോസിറ്റീവ് നമ്പർ ഇട്ട് കൊടുത്താലും നെഗറ്റീവ് നമ്പർ ഇട്ട് കൊടുത്താലും ഉത്തരം പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത് വെച്ച് നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് പറയുമ്പോൾ ഭയങ്കര എളുപ്പമാണ്. അതിന്റെ നെഗറ്റീവ് സൈൻ മാറ്റി പോസിറ്റീവ് ഉത്തരം മാത്രം കൊടുക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ് അബ്സല്യൂട്ട് വാല്യൂ. പക്ഷെ നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യണം. നോക്കിയടാ, അബ്സല്യൂട്ട് വാല്യൂ പോസിറ്റീവ് നമ്പറിനാണെങ്കിൽ എന്താ സംഭവിക്കുക? ഒരു പോസിറ്റീവ് നമ്പർ ഞാൻ എടുത്തിട്ട് അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ എടുക്കുക എന്ന് പറഞ്ഞാൽ ആ നമ്പർ തന്നെ എഴുതി കൊടുക്കുക എന്നാണ് അർത്ഥം. സോ A>0 ആണെങ്കിൽ A തന്നെയായിരിക്കും അബ്സല്യൂട്ട് വാല്യൂ. ഇനി ഈക്വൽ ടു 0 ആണെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് അല്ലാത്ത നമ്പേഴ്സ് ആണ് 0. 0യുടെ അബ്സല്യൂട്ട് വാല്യൂ എന്തോ തന്നെയാണ്? 0 തന്നെയാണ്. സോ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് A എന്ന് പറയുന്നത് A ഈക്വൽ ടു 0 ആണെങ്കിൽ 0 ആയിരിക്കും. ഇനി നമുക്ക് നെഗറ്റീവ് നമ്പർ കൺസിഡർ ചെയ്യാം. അപ്പൊ -10 നമുക്ക് 10 ആക്കണം അല്ലെ? അബ്സല്യൂട്ട് വാല്യൂവിന്റെ ആൻസർ എന്ന് പറയുന്നത് 10 ആണ്. അപ്പൊ ഇതൊരു നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ ആ നെഗറ്റീവ് നമ്പറിന്റെ നെഗറ്റീവ് എടുത്താൽ എന്താകും? പോസിറ്റീവ് ആകും. സോ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് -10 എന്ന് പറയുമ്പോൾ അതിന്റെ നെഗറ്റീവ് എടുക്കുക. അപ്പൊ A എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ എയുടെ നെഗറ്റീവ് നമ്പർ എന്ന് പറഞ്ഞാൽ -A ആണെന്നൊന്നും പറയരുത്. A നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ A നെഗറ്റീവ് നമ്പർ ആണ്, അങ്ങനെ മാത്രം ആലോചിച്ചാൽ മതി. അതായത് എക്ക് -1 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കാം, -2 ആകാം, -3 ആകാം, എക്സെട്ര. അപ്പോൾ എയുടെ നെഗറ്റീവ് -A. അപ്പോൾ ഒരു നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ അതിന്റെ നെഗറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അബ്സല്യൂട്ട് വാല്യൂ ആയി. സോ നമ്മൾ ആദ്യം പഠിക്കുന്ന കാര്യം ഇതാണ്. എന്താണ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ റിയൽ നമ്പർ? ആ ഒരു ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. പോസിറ്റീവ് ആണെങ്കിൽ A തന്നെ ആയിരിക്കും, 0 ആണെങ്കിൽ 0 തന്നെ ആയിരിക്കും, നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ -A ആയിരിക്കും. നെഗറ്റീവ് നമ്പർ ആണെന്ന് പറയാൻ A<0 എന്ന് കൊടുത്താൽ മതി. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് റിയൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ മൊത്തം നമുക്ക് തിയറി പ്രൂഫുകളാണ്. അപ്പൊ നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് എങ്ങോട്ടാണ്? തിയറം പ്രൂവ് ചെയ്യാനാണ്. അപ്പൊ ആ തിയറം പ്രൂവ് ചെയ്യുന്ന ആ രീതിയിലോട്ട് നമ്മൾ മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സബ്ജക്ട് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, ആ പ്രൂവ് ചെയ്യുന്ന വെറുതെ പ്രൂഫ് കാണാതെ പഠിക്കരുത്, ആ പ്രൂവ് ചെയ്യുന്ന രീതിയിലോട്ട് നമ്മൾ മാറണം. അപ്പൊ നോക്കിയടാ, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് AB ഈസ് ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് A ഇൻറ്റു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് B. ഇതൊരു റിസൾട്ട് ആണ്. അപ്പൊ ഈ ഒരു റിസൾട്ട് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. ഈ ഒരു റിസൾട്ട് എന്ത് ചെയ്യാൻ പോവാണ്? പ്രൂവ് ചെയ്യാൻ പോവാണ്. അപ്പൊ നിങ്ങൾ നോക്കൂ, ആദ്യമേ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഇവിടെ അബ്സല്യൂട്ട് വാല്യൂവിന് 3 കേസുകളുണ്ട്: >0, ഈക്വൽ ടു 0, ലെസ് ദാൻ 0. ഇവിടെ നമ്മൾ രണ്ട് നമ്പറിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്, എയും ബിയും. അപ്പൊ A എന്ന് പറയുന്നത് >0 ആവാം, ഈക്വൽ ടു 0 ആവാം, ലെസ് ദാൻ 0 ആവാം. B എന്ന് പറയുന്നത് >0 ആവാം, ഈക്വൽ ടു 0 ആവാം, ലെസ് ദാൻ 0 ആകാം. അങ്ങനെ നമുക്ക് 6 ചാൻസുകൾ ഉണ്ട്. ഈ 6 ചാൻസുകളിൽ അത്രയും നമ്മൾ എഴുതത്തില്ല. നമ്മൾ ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യുന്നു, കേസ് 1 എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, 0 വരുമ്പോൾ എല്ലാം സിമ്പിൾ ആണ്. നോക്കിയടാ, 3 കേസ് നമ്മളിപ്പോൾ ഒരുമിച്ച് അങ്ങ് പിടിക്കും. നോക്കിയേ, കേസ് 1 എന്ന് പറയുന്നത് എയ്തർ A ഈക്വൽ ടു 0 ഓർ B ഈക്വൽ ടു 0 ഓർ ബോത്ത്. അതായത് ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ രണ്ടു പേരോ 0 ആണെന്ന് വിചാരിക്കുക. A 0 ആണെന്നോ B 0 ആണെന്നോ അല്ലെങ്കിൽ രണ്ടുപേരും 0 ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മളുടെ 3 കേസുകളാണ് ഈ ഒറ്റ കേസിൽ നമ്മൾ തീർക്കാൻ പോകുന്നത്. നോക്കിയടാ, A 0 ആണ് അല്ലെങ്കിൽ B 0 ആണ്. അപ്പൊ AB എന്തായിരിക്കും? AB 0 ആയിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് A ഇൻറ്റു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് B, അതായത് ABയുടെ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത് എന്ത് തന്നെ കിട്ടും? 0 തന്നെ കിട്ടും അല്ലെ? അതായത് A ഒരു 0 ആണ് അല്ലെങ്കിൽ B 0 ആണെങ്കിൽ ഈ പ്രൊഡക്റ്റ് 0 വരും. അപ്പൊ അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ എന്ത് തന്നെ കിട്ടും? 0 കിട്ടും. ഇനി നോക്കിയടാ, A 0 ആണ് അല്ലെങ്കിൽ B 0 ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അബ്സല്യൂട്ട് വാല്യൂ ഓഫ് A ഒന്നെങ്കിൽ 0 ആകും അല്ലെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് B 0 ആകും. അപ്പൊ രണ്ടിന്റെ ആൻസർ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും അല്ലെ? അപ്പൊ ഇത് രണ്ടും 0 ആയതുകൊണ്ട് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് AB ഈസ് ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് A ഇൻറ്റു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് B എന്ന് കിട്ടും. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി, ഒരു നമ്പർ 0 ആണെങ്കിൽ ആ പ്രൊഡക്റ്റ് എങ്ങനെ എടുത്താലും നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. ഇപ്പൊ ഒന്നാമത്തെ കേസ് നമ്മളെ വളരെ സിമ്പിൾ ആയിട്ട് എഴുതി. രണ്ടാമത്തോട്ടാണ് നമ്മളുടെ പ്രൂഫ് തുടങ്ങാൻ പോകുന്നത്. അപ്പൊ ഒന്നാമത്തെ കേസ് പക്ഷെ എഴുതാതിരിക്കരുത്, രണ്ടാമത്തെ കേസോട്ടാണ് നമ്മൾ കാര്യമായിട്ട് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. രണ്ടാമത്തെ കേസിൽ നമ്മൾ A >0 എന്ന് എടുത്തു, ബിയും >0, രണ്ടുപേരും >0. അപ്പൊ നിങ്ങൾ പറയടാ, എയും പോസിറ്റീവ് നമ്പർ ആണ്, ബിയും പോസിറ്റീവ് നമ്പർ ആണ്. അപ്പൊ അതിൽ നിന്ന് എനിക്ക് പറഞ്ഞോളൂ, ഇതാണ് നമ്മളുടെ കേസ്. അപ്പോ ആണെങ്കിൽ ഇവിടെ എഴുതാം, കേസ് എന്താണെന്ന് എഴുതാം, A >0, B >0. അപ്പൊ നമുക്ക് അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? രണ്ട് പോസിറ്റീവ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ഉത്തരവും പോസിറ്റീവ് ആയിരിക്കും. AB >0.
അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഈ എ ബി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നോക്കിയടാ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ബി എന്തായിരിക്കും? ഇവിടെ അബ്സല്യൂട്ട് വാല്യൂന്റെ ഡെഫിനിഷൻ നോക്കിയടാ, ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അത് തന്നെ ആയിരിക്കും വാല്യൂ വരുന്നത്. അപ്പൊ ഇത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അത് തന്നെ ആയിരിക്കും വാല്യൂ വരുന്നത്. ഇനി നമുക്ക് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ കണ്ടുപിടിക്കാം. എ ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അത് തന്നെ വരും അല്ലെ. അതേപോലെ ബി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി എന്ത് വരുവാടാ? ബി തന്നെ വരും. അപ്പൊ നമുക്ക് പറയാം absolute value of a into absolute value of b. absolute value of a എന്ന് പറയുന്നത് a ആണ്, absolute value of b എന്ന് പറയുന്നത് b ആണ്. അപ്പൊ രണ്ടും ഈക്വൽ ആയില്ലേ. therefore absolute value of ab is equal to absolute value of a into absolute value of b. കണ്ടോ, വളരെ സിമ്പിൾ അല്ലേ. ഇതൊക്കെ എന്തിനാ എഴുതുന്നതെന്ന് നമ്മൾ ആലോചിച്ചു പോകും. അപ്പൊ നമുക്ക് കേസ് 3 നോക്കാം. നോക്കിയടാ, ഒരെണ്ണം പോസിറ്റീവും മറ്റത് നെഗറ്റീവും കൊടുക്കാം. a ഗ്രേറ്റർ ദാൻ 0, b ലെസ് ദാൻ 0. ഇനി നമുക്ക് ആൻസർ നോക്കാം. നോക്കിയടാ, നിങ്ങൾ പറ, ഒരു പോസിറ്റീവ് നമ്പറിനെ ഒരു നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ പോസിറ്റീവ് ആയിരിക്കോ നെഗറ്റീവ് ആയിരിക്കോ? പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ. സോ എ ബി എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് നമ്പർ ആയിട്ട് മാറും. ക്ലിയർ അല്ലേടാ? അപ്പൊ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ബി എന്ത് വരുവാടാ? നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ അതിന്റെ നെഗറ്റീവ് എടുക്കുക എന്നാ പറഞ്ഞേക്കുന്നത്. ലെസ് ദാൻ 0 ആണെങ്കിൽ അതിന്റെ നെഗറ്റീവ് എടുക്കുക അല്ലെ. അപ്പോൾ എ ബി ലെസ് ദാൻ 0 ആയതുകൊണ്ട് മൈനസ് എ ബി ആയിരിക്കും അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ബി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേടാ? ഡെഫിനേഷൻ ഉപയോഗിച്ച് നമുക്ക് എഴുതാൻ പറ്റുന്നതല്ലേ. ഇനി നമുക്ക് ഇവിടെ നോക്കാം. എ ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെങ്കിൽ അത് തന്നെ വരും. അടുത്ത ബി ലെസ് ദാൻ 0 ആയതുകൊണ്ട് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെങ്കിൽ അതിന്റെ നെഗറ്റീവ് വരും. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എന്താ വരുന്നത്? അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ബി ആണ് വരുന്നത്. സോറി, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ഇൻറ്റു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി. അതായത് എ ഇൻറ്റു മൈനസ് ബി. അതായത് നമുക്ക് എന്ത് കിട്ടും? മൈനസ് എ ബി കിട്ടും. കണ്ടോടാ, രണ്ടും മൈനസ് എ ബി വന്നില്ലേ. രണ്ടും മൈനസ് എ ബി വന്നാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? absolute value of AB, therefore absolute value of AB is equal to absolute value of A into absolute value of B എന്ന് കിട്ടും. ക്ലിയർ അല്ലേടാ? അപ്പൊ ഇതേപോലെ തന്നെ ആയിരിക്കത്തില്ലേ കേസ് 4 ഞാൻ എഴുതി. കേസ് 4 എന്ന് പറയുമ്പോൾ നോക്കിയടാ, എ ലെസ് ദാൻ 0യും ബി ഗ്രേറ്റർ ദാൻ 0യും കൊടുത്തു. അപ്പോഴും ഇതേ കണക്ക് തന്നെ എ ബി ലെസ് ദാൻ 0 വരും. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ബി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു മൈനസ് എ ബി വരും. എ ലെസ് ദാൻ 0 ആയതുകൊണ്ട് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ എന്ന് പറയുന്നത് മൈനസ് എ വരും. ബി ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി എന്ന് പറയുന്നത് ബി തന്നെ വരും. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ഇൻറ്റു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി എന്ന് പറയുമ്പോൾ മൈനസ് എ ബി തന്നെ വരും. രണ്ടും ഈക്വൽ ആണ്. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ബി ഈസ് ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ഇൻറ്റു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി. ഓക്കെ, അടുത്ത കേസ് എന്തായിരിക്കും? കേസ് 5 എന്ന് പറയുമ്പോൾ രണ്ടും നെഗറ്റീവ് ആയിരിക്കും. എ ലെസ് ദാൻ 0, ബി ലെസ് ദാൻ 0. അപ്പൊ നിങ്ങൾ പറ, എയും നെഗറ്റീവ് നമ്പർ, ബിയും നെഗറ്റീവ് നമ്പർ. രണ്ട് നെഗറ്റീവ് നമ്പറുകളുടെ പ്രൊഡക്റ്റ് എന്താണ്? മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ. അപ്പൊ രണ്ട് നെഗറ്റീവ് നമ്പറിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ എ ബി എന്ത് വരും? പോസിറ്റീവ് നമ്പർ വരും. -3 into -3 + 9 അല്ലേ. അപ്പൊ എ ബി പോസിറ്റീവ് ആണെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ബി എന്ന് പറയുന്നത് എ ബി തന്നെ ആയിരിക്കും. ക്ലിയർ അല്ലേടാ? ഇനി ഇവിടെ പറ, എ ലെസ് ദാൻ 0 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആയതുകൊണ്ട് മൈനസ് എ. ബി ലെസ് ദാൻ 0 ആണ്. അപ്പോഴേ നമുക്ക് പറയാം അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബിയും മൈനസ് ബി ആണ് അല്ലെ. അപ്പൊ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ഇൻറ്റു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി എന്ന് പറയുമ്പോൾ മൈനസ് എ ഇൻറ്റു മൈനസ് ബി. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് ആയതുകൊണ്ട് അതെന്ത് വരും? എ ബി വരും. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ബി ഈസ് ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ഇൻറ്റു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി. അപ്പോൾ എല്ലാ ഇതിലും നമുക്ക് എല്ലാ കേസുകളിലും, ഇനി ഒരു കേസ് നമുക്ക് എടുക്കാനില്ല, എല്ലാ കേസുകളിലും നമ്മളിത് ട്രൂ ആണെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം? നമ്മളുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് മൊത്തത്തിൽ ട്രൂ ആണ്. therefore നമുക്ക് വേണമെങ്കിൽ എഴുതാം, ഇൻ ഓൾ കേസസ്, ഏത് കേസ് നമ്മൾ എടുത്താലും നമുക്ക് എന്ത് പറയാം? അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ബി ഈസ് ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ഇൻറ്റു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി for all real numbers, for all a comma b belongs to r. ഏത് റിയൽ നമ്പർ എടുത്താലും ഈ റിസൾട്ട് ട്രൂ ആണെന്ന് പറയാം. ക്ലിയർ അല്ലേ? ഇപ്പൊ ക്ലിയർ അല്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ റിസൾട്ട് നോക്കാം. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എയുടെ സ്ക്വയർ, എയുടെ അബ്സല്യൂട്ട് വാല്യൂവിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ ആണെന്ന് പറഞ്ഞേക്കാം. നമുക്ക് വേണമെങ്കിൽ അത് എക്സാമ്പിൾ ഇട്ട് ആലോചിക്കാടാ. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് -5ന്റെ സ്ക്വയർ, -5ന്റെ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത് 5 വരും. 5ന്റെ സ്ക്വയർ 25. ഇനി -5ന്റെ സ്ക്വയർ ഡയറക്റ്റ് എടുത്താലും നമുക്ക് എന്ത് തന്നെ കിട്ടും? -5ന്റെ സ്ക്വയർ നമുക്ക് 25 കിട്ടും. കണ്ടോ, ഒരേ ആൻസർ. അപ്പൊ ഇത് പ്രൂവ് ചെയ്യാന്നാ പറഞ്ഞേക്കുന്നത്. എക്സാമ്പിൾ ഇട്ടിട്ട് കാര്യമില്ല, നമ്മൾ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. മനസ്സിലായോ? കാര്യം മനസ്സിലായോ? അപ്പൊ നമുക്ക് ഒരു കാര്യം നമുക്കറിയാം,
നോക്കി ഞാൻ പ്രൂവ് ചെയ്യുന്ന രീതി നോക്കിക്കോളണേ. ഞാൻ എ സ്ക്വയർ എഴുതി, ബിന്റെ ആൻസർ ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. നോക്കിയടാ, എ സ്ക്വയർ എഴുതി. എ സ്ക്വയർ, ഈ എ സ്ക്വയർ ഒരു പോസിറ്റീവ് നമ്പർ ആണെന്ന് എല്ലാവർക്കും അറിയാം. എ സ്ക്വയർ എന്താണ്? പോസിറ്റീവ് നമ്പർ ആണ്. എ സ്ക്വയറിനെ ഇതിനോടാണ് ഞാൻ ഈക്വൽ ആണെന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം എ സ്ക്വയർ എടുത്തു. എ സ്ക്വയർ ഒരു പോസിറ്റീവ് നമ്പർ ആണെന്ന് നമുക്കറിയാം. റൂട്ടുകളെല്ലാം പോസിറ്റീവോ സീറോയോ ആവാം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ എന്ന് നമുക്ക് എഴുതാം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എ സ്ക്വയർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ എന്ത് വരും? എ സ്ക്വയർ തന്നെ വരും. സീറോ ആണെങ്കിൽ സീറോ വരും. ഇപ്പൊ എ സ്ക്വയർ സീറോ ആണെങ്കിൽ അതിന്റെ ആൻസർ സീറോ തന്നെ വരും. ഇപ്പൊ രണ്ടാണെങ്കിലും നമുക്ക് എ സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ ആണ്. വേണമെങ്കിൽ തിരിച്ചെഴുതാം, എ സ്ക്വയർ ഈസ് ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ സ്ക്വയർ. നമുക്ക് ഇതല്ല വേണ്ടത്. നമുക്ക് എന്താ വേണ്ടത്? അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എയുടെ സ്ക്വയർ എന്നാ വേണ്ടത്. അതിന് എളുപ്പമാണ്. നമുക്ക് അതിനെ പിടിച്ചാൽ ഇങ്ങനെ എഴുതാം, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എ ആണ്. ഇനി നമ്മൾ ഓൾറെഡി ഫസ്റ്റ് റിസൾട്ടിൽ പഠിച്ചു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ബി എന്ന് പറയുന്നത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ഇൻറ്റു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി ആണ്, അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ഇൻറ്റു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ എന്ന് എഴുതാം ഫ്രം സ്റ്റേറ്റ്മെന്റ് 1. ഓക്കെ, ഫ്രം എ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഒരു നമ്പർ ഇൻറ്റു അതേ നമ്പർ ആണെങ്കിൽ അതിന്റെ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ എ സ്ക്വയർ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എയുടെ സ്ക്വയറിന് ഈക്വൽ ആയി. എ സ്ക്വയർ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എയുടെ സ്ക്വയറിന് ഈക്വൽ ആയി കഴിഞ്ഞു. അടുത്തത് സി ആണ്. സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ. സി ഒരു പോസിറ്റീവ് നമ്പർ ആണ്. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇഫ് ആൻഡ് ഓൺലി ഇഫ് മൈനസ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നോക്കിയടാ, സി ഗ്രേറ്റർ ദാൻ സീറോ ആണ്. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ലെസ് ദാൻ, അതായത് നമുക്ക് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ശരിയാണെങ്കിൽ ഇത് ശരിയാണെന്നും പ്രൂവ് ചെയ്യണം, ഇത് ശരിയാണെങ്കിൽ ഇത് ശരിയാണെന്നും പ്രൂവ് ചെയ്യണം. രണ്ട് സ്റ്റേറ്റ്മെന്റിലോട്ടും ഉണ്ട്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്ന് പറഞ്ഞാൽ ഇത് ശരിയാണെങ്കിൽ ഇതും ശരിയായിരിക്കും, ഇത് ശരിയാണെങ്കിൽ ഇതും ശരിയായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അപ്പൊ ഞാൻ എഴുതി അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. നോക്കിയടാ, ഞാൻ ആദ്യമേ എഴുതി അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. എനിക്ക് കാണിക്കേണ്ടത് മൈനസ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ മൈനസ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്നാണ്. അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എയും അബ്സല്യൂട്ട് വാല്യൂ ഓഫ് മൈനസ് എയും ഈക്വൽ ആണ്. ആ ഒരു കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എയും അബ്സല്യൂട്ട് വാല്യൂ ഓഫ് മൈനസ് എയും ഈക്വൽ ആണ്. അപ്പൊ ഇവിടെ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ എഴുതാം. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എയുടെ ആൻസർ വേണമെങ്കിൽ എ ആകാം, എയുടെ അബ്സല്യൂട്ട് വാല്യൂ അത് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് വരും. അത് കണക്ക് തന്നെ മൈനസ് എയും ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി വരും. അപ്പൊ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് പറഞ്ഞാൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ആയിരിക്കും, മൈനസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ആയിരിക്കും. മൈനസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ആണെങ്കിൽ അപ്പുറം ഇപ്പുറം ഞാൻ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇനീക്വാലിറ്റി തിരിയും. എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് സി എന്ന് വരും. അപ്പൊ നോക്കിയടാ, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എയുടെ പോസിറ്റീവ് നമ്പർ ലെസ് ദാൻ സി ആണെന്നും നെഗറ്റീവ് ലെസ് ദാൻ സി ആണെന്നും പറയാൻ പറ്റും. അപ്പോൾ നെഗറ്റീവിനെ ഇപ്പുറത്ത് കൊടുക്കുമ്പോൾ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് സി ആയി. അപ്പൊ ഈ രണ്ട് ഇനിക്വാലിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ നോക്കിയടാ, ആദ്യമേ ഞാൻ മൈനസ് സി എഴുതി. മൈനസ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്നാണ് ഇവിടെ കിടക്കുന്നത്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ അല്ലെ? അത് നോക്കിയടാ, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ആണ്. അപ്പൊ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി വന്നു. നമ്മളുടെ ആൻസർ ആയി മൈനസ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്നായി, അല്ലെ? നമുക്ക് എങ്ങനെ പറയാം? ഫ്രം 1 and 2 ഒന്നാമത്തെയും രണ്ടാമത്തെയും ഇക്വേഷനിൽ ഇനിക്വാലിറ്റികളിൽ നിന്നാണ് നമ്മൾ ഇത് എഴുതിയത്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. ഇനി ഇതേപോലെ തിരിച്ചെഴുതി കഴിഞ്ഞാൽ നമ്മുടെ കോൺവേഴ്സ് ആയി. നോക്കിയാടാ, ഇതേപോലെ തിരിച്ചെഴുതാം. അതായത് നമ്മൾ ആദ്യം നമ്മളെ ഡയറക്റ്റ് കാണിച്ചു, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ആണെങ്കിൽ ഇത് സംഭവിക്കുമെന്ന് കാണിച്ചു. ഇനി തിരിച്ചു കാണിക്കണം, ഇത് നടക്കുമെങ്കിൽ ഇത് നടക്കുമെന്ന് കാണിക്കണം. അപ്പൊ നമ്മൾ നോക്കിയടാ, കോൺവേഴ്സ്ലി എന്ന് എഴുതും. കോൺവേഴ്സ്ലി എന്ന് പറഞ്ഞാൽ തിരിച്ചു കാണിക്കാന്നാണ് അർത്ഥം. കോൺവേഴ്സ്ലി ലെറ്റ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ എഴുതാം. ലെറ്റ് മൈനസ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് എത്തും. അപ്പൊ ഇതിന് രണ്ട് സാധനങ്ങൾ എനിക്ക് എഴുതാൻ പറ്റും. ഇത് തന്നെ തിരിച്ചെഴുതാൻ പോവാണ്. നോക്കിക്കോട്ടെ, ഇത് തന്നെ തിരിച്ചെഴുതാൻ പോവാണ്. മൈനസ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ. അപ്പൊ അതിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റും, നെഗറ്റീവ് അപ്പുറത്ത് കൊടുക്കുന്നു. അപ്പൊ എനിക്ക് എന്ത് പറയാൻ പറ്റും? സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് എ, ഓർ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, മൈനസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. നോക്കിയടാ, മൈനസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. അതേപോലെ തന്നെ രണ്ടാമത്തെ ഇനിക്വാലിറ്റി നമുക്ക് പറയാം, ഓൾസോ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. ഇപ്പൊ മൈനസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിയും എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിയും ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ആണെന്ന് പറയാൻ പറ്റും. ഇത് തന്നെ തിരിച്ചെഴുതിയാൽ മതി. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി.
അടുത്ത വേണ്ടത് മൈനസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ആണ്. അതായത് നമ്മൾ വളരെ സിമ്പിൾ ആണ് നോക്കിക്കോ, ഡി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നമുക്ക് കാണിക്കേണ്ടത് നമ്മൾ ഇപ്പൊ ചെയ്ത അതേ ക്വസ്റ്റ്യനിൽ സിക്ക് പകരം നോക്കിയടാ, സിക്ക് പകരം ഇവിടെ മൈനസ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് വന്നെടുത്ത് സിക്ക് പകരം അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ വരണമെന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പൊ നോക്കിയേടാ, നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു റിസൾട്ട് നോക്കിയേടാ, സിക്ക് പകരം അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ വന്നാൽ മതി. അപ്പൊ ഞാൻ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ എഴുതുന്നറിയാവോ, നോക്കിയേ, പുട്ട് സി ഈസ് ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ. സി ഈസ് ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ഇൻ സ്റ്റേറ്റ്മെന്റ് സി. നോക്കിയടാ, നമുക്കറിയാം അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. എടാ, ഈക്വൽ ടു സൈൻ ഉണ്ടല്ലോ, അപ്പൊ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൊടുത്താലും കുഴപ്പമില്ല. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ എന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. ഇനി നമ്മൾ ഇപ്പൊ പഠിച്ച റിസൾട്ട് എന്താണ്? അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ആണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും മൈനസ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസൾട്ട് ആണിത്. അപ്പൊ അതിൽ നമുക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റും. എന്ത് എഴുതാൻ പറ്റും? മൈനസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ. സിക്ക് പകരം അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ആണ് ഇവിടെ വന്നേക്കുന്നുണ്ടോ? സിക്ക് പകരം അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ആണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പൊ മൈനസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ എന്ന് വന്നു. ക്ലിയർ അല്ലേ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ്. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റി. എക്സാമിന് ചോദിക്കും, നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അബ്സല്യൂട്ട് വാല്യൂവിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇനിക്വാളിറ്റി ആണ് പഠിക്കാൻ പോകുന്നത്. ട്രയാങ്കിൾ ഇനിക്വാളിറ്റി. എയും ബിയും രണ്ട് റിയൽ നമ്പർ ആണെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ പ്ലസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ പ്ലസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നമ്മൾ ഇനി ഒരുപാട് യൂസ് ചെയ്യാൻ പോകുന്ന ഒരു ഇനിക്വാളിറ്റി ആണ്. പക്ഷെ നമ്മൾ ഭയങ്കര സിമ്പിൾ ആയിട്ട് പ്രൂവ് ചെയ്യും. നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. അതായത് നമുക്കറിയാം, നോക്കിയാൽ നമ്മൾ ഇപ്പൊ പറഞ്ഞ ഇതേ സ്റ്റേറ്റ്മെന്റ് ആണ് ഉപയോഗിക്കാൻ പോകുന്നത്. വി ഹാവ് മൈനസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ. കണ്ടോ, മുന്നത്തെ റിസൾട്ടുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? അതേപോലെ തന്നെ ഇപ്പൊ ഇത് ഞാൻ ഒന്നാമത്തെ ഇനിക്വാളിറ്റി എന്ന് വിളിച്ചു. രണ്ടാമത്തെ ഇനിക്വാളിറ്റി ആയിട്ട് മൈനസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി. കുഴപ്പമില്ലല്ലോ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നറിയാവോ, ഈ രണ്ട് ഇനിക്വാളിറ്റികളും ആഡ് ചെയ്യുന്നു. അപ്പൊ മൈനസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ പ്ലസ് മൈനസ് ബി എന്ന് വരും. അപ്പൊ മൈനസ് പ്ലസും മൈനസ് കൂടി മൈനസ് ആയിട്ട് മൈനസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ മൈനസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ പ്ലസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ പ്ലസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി എന്ന് കിട്ടി. ക്ലിയർ അല്ലേടാ? ഇതിന് ഞാൻ ഇങ്ങനെ ഒന്ന് മാറ്റി, മൈനസ് ഓഫ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ പ്ലസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി less than or equal to a plus b less than or equal to absolute value of a plus absolute value of b എന്ന് എഴുതി. ക്ലിയർ അല്ലേ? ഇനിയാണ് നമ്മൾ വളരെ എളുപ്പത്തിൽ ഒരു റിസൾട്ട് ഉപയോഗിച്ചും കറക്റ്റ് ഒറ്റയടിക്ക് നമ്മൾ ആൻസർ എഴുതാൻ പോകുന്നത്. നമുക്കറിയാവുന്ന ഒരു റിസൾട്ട് ഉണ്ടടാ, absolute value of a less than or equal to c if and only if നമ്മൾ ഇങ്ങനെ ഒരു സിമ്പിൾ ആണ് യൂസ് ചെയ്യുന്നത്. if and only if മൈനസ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. അപ്പൊ ഇത് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമെന്ന് അറിയാം. നോക്കിയടാ, മൈനസ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ആണെങ്കിൽ നടുക്ക് കിടക്കുന്ന നമ്പറിന്റെ അബ്സല്യൂട്ട് വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ നമ്പർ ആയിരിക്കും. ഇനി നിങ്ങൾ നോക്കിയടാ, മൈനസ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഫോമിലല്ലേ ഇത് കിടക്കുന്നത്. അപ്പൊ നമുക്ക് അവിടെ എന്ത് പറയാടാ, absolute value of a which implies absolute value of a less than or equal to c എന്ന് പറയാം. ഇവിടെ a യുടെ സ്ഥാനത്ത് കിടക്കുന്നത് a plus b ആ. absolute value of a plus b less than or equal to c യുടെ സ്ഥാനത്ത് ആരാ കിടക്കുന്നത്? absolute value of a plus absolute value of b. ഇവിടെ നമുക്ക് ഈ നെഗറ്റീവ് ആണ്, മൈനസ് സി ആണ് വന്നേക്കുന്നത്. കണ്ടോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ആൻസർ എഴുതുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ട്രയാങ്കിൾ ഇനിക്വാളിറ്റി പ്രൂവ് ചെയ്യാൻ പറ്റും. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു കൊറോളറി ആണ്. നോക്കിയടാ, എ കോമ ബി റിയൽ നമ്പർ ആണെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ മൈനസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ മൈനസ് ബി. ഇതാണ് നമുക്ക് ആദ്യം പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് പ്രൂവ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന റിസൾട്ട് ഞാൻ പറഞ്ഞുതരാം. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് നമുക്ക് കാണിക്കാൻ നമുക്ക് എന്ത് കാണിച്ചാൽ മതി? മൈനസ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി കാണിച്ചാൽ മതി. അപ്പൊ ഈ റിസൾട്ട് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നോക്കിയടാ, ഇതാണ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ, ഇതാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ സി എന്ന് പറയുന്നത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ മൈനസ് ബി ആണ്. അപ്പൊ നമുക്ക് എന്താ ശരിക്കും കാണിക്കേണ്ടത്? ഈ ഒരു റിസൾട്ട് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് എന്താ കാണിക്കേണ്ടത്? മൈനസ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് കാണിക്കണം. അതായത് മൈനസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ മൈനസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആയിട്ട് നമ്മൾ എടുത്തേക്കുന്ന ആരെയാണ്? ഈ അബ്സല്യൂട്ട് വാല്യൂവിന് അകത്ത് കിടക്കുന്ന ആള്. അതായത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ മൈനസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി.
അടുത്തത് നമുക്ക് കാണിക്കേണ്ടത് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്നാണ്. അപ്പം ഈ എ എന്ന് പറയുന്നത് ഈ അകത്ത് കിടക്കുന്ന ആളാണ്. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ മൈനസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ മൈനസ് ബി. നോക്കിയടാ, ഈ റിസൾട്ട് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കി മനസ്സിലാക്കണം. നമുക്ക് ഈ റിസൾട്ട് ഉണ്ട്, നമുക്ക് കാണിക്കേണ്ട ഇതാണ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ മൈനസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ മൈനസ് ബി. സോ എ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഇതിനകത്ത് കിടക്കുന്ന ആളെയാണ്, സി ആയിട്ട് ഈ മൊത്തത്തിൽ കിടക്കുന്ന ആളെയാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അപ്പൊ മൈനസ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് പറയുമ്പോൾ മൈനസ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്നും കാണിക്കണം, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്നും കാണിക്കണം. അപ്പൊ മൈനസ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ അല്ലെ, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി, ഇത് രണ്ടുമാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി ഇത് പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കോ. നോക്കിയടാ, ഇത് പ്രൂവ് ചെയ്യുന്ന എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കോ. ആദ്യമേ നമ്മൾ എന്ത് എഴുതുന്നറിയാവോ, എ ഈസ് ഈക്വൽ ടു എ മൈനസ് ബി പ്ലസ് ബി എന്ന് എഴുതും. ഒരു പാടുമില്ല, വെറുതെ മൈനസ് ബിയും പ്ലസ് ബിയും കൊടുത്തു, ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 0 കിട്ടും. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതിയാൽ ഒരു പ്രശ്നമില്ല. ഞാൻ എന്ത് ചെയ്യുന്നു, അപ്പുറം ഇപ്പുറം അബ്സല്യൂട്ട് വാല്യൂ കൊടുക്കുന്നു. അപ്പൊ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ഈസ് ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ മൈനസ് ബി പ്ലസ് ബി ആണെന്ന് പറയാലോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നോക്കിയടാ, ഇവിടെ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി അപ്ലൈ ചെയ്യുന്നു. ട്രയാങ്കിൾ ഇനീക്വാലിറ്റി എന്താണ്, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ പ്ലസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ പ്ലസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി എന്നല്ലേ. ഇവിടെ എക്ക് പകരം ഞാൻ എ മൈനസ് ബി എന്ന് കൺസിഡർ ചെയ്യുന്നു. അപ്പൊ നോക്കിയടാ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ മൈനസ് ബി പ്ലസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി എന്ന് വന്നു. കറക്റ്റ് അല്ലേ? ഇനി ആ പ്ലസ് ബിനെ ഇപ്പുറത്ത് കൊണ്ടുവരുന്നു. ഇവിടെ ഓൾറെഡി അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ഉണ്ട്, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ പ്ലസ് ഇത് ഇപ്പുറത്തെ മൈനസ് ആവും, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി ലെസ് ദാൻ ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ മൈനസ് ബി. നോക്കിയടാ, നമുക്ക് വേണ്ട ഒന്നാമത്തെ ആള് കഴിഞ്ഞു. കണ്ടോ, നമുക്ക് വേണ്ട ഒന്നാമത്തെ സാധനം കിട്ടി. എന്തെങ്കിലും പാടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഇത് ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എഴുതാൻ പോകുക. നോക്കിയടാ, ഈ എ എഴുതിയതുപോലെ തന്നെ ബി എഴുതാൻ പോവുക. ബി ഈസ് ഈക്വൽ ടു ബി മൈനസ് എ പ്ലസ് എ എന്ന് എഴുതി. ബി ഈസ് ഈക്വൽ ടു ബി മൈനസ് എ പ്ലസ് എ. സെയിം പരിപാടി നോക്കിയടാ, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി ഈസ് ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി മൈനസ് എ പ്ലസ് എ എന്ന് വരും. ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ട്രയാങ്കിൾ ഇനീക്വാലിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി മൈനസ് എ പ്ലസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ എന്ന് വന്നു. ഇവനെ ഇപ്പുറത്ത് കൊണ്ടുവരുന്നു. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി മൈനസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി മൈനസ് എ. ഇനി നമ്മൾ രണ്ട് റിസൾട്ട് ആണ് ഉപയോഗിക്കാൻ പോകുന്നത്. നോക്കിയടാ, രണ്ട് റിസൾട്ട് ആണ് ഉപയോഗിക്കാൻ പോകുന്നത്. നോക്കിയടാ, ഇവിടെ നമുക്ക് വേണ്ടത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ മൈനസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി ആണ്. പക്ഷെ ഇവിടെ കിടക്കുന്നത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി മൈനസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ആണ്. ഞാൻ ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ പണി, അപ്പുറം ഇപ്പൊ ഒരു നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ മൈനസ് ഓഫ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി മൈനസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ. നോക്കിയടാ, മൈനസ് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഇനീക്വാലിറ്റി തിരിയും. അടുത്ത മൈനസ് ഓഫ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി മൈനസ് എ. ഒരു പാടുമില്ലല്ലോ. ഇനി നോക്കുക, മൈനസ് ഓഫ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി മൈനസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് തിരിഞ്ഞു വരും. അതായത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ മൈനസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി എന്നായത്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നമുക്ക് ശരിക്കും വേണ്ട എന്താടാ, ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ മൈനസ് ബി ആണ്. പക്ഷെ മൈനസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി മൈനസ് എ ആണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് അത് തിരിച്ചാക്കിയാൽ പോരെ. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി മൈനസ് എ എന്ന് പറയുന്നതിനെ എനിക്ക് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് മൈനസ് ഓഫ് ബി മൈനസ് എ എന്ന് എഴുതാൻ പറ്റും. കാര്യം എന്താടാ, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ഈസ് ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് മൈനസ് എ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പൊ ആ റിസൾട്ട് ഉപയോഗിച്ചൊരു നെഗറ്റീവ് കൊടുക്കാൻ പറ്റും. നെഗറ്റീവ് കൊടുക്കുമ്പോൾ തിരിഞ്ഞു വരത്തില്ലേ, എ മൈനസ് ബി ആയില്ലേ. അപ്പൊ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി മൈനസ് എയും അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ മൈനസ് ബിയും ഈക്വൽ ആയിട്ട് കിട്ടത്തില്ലേ. അപ്പൊ എനിക്ക് ഇവിടെ എന്ത് എഴുതാടാ, മൈനസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ മൈനസ് ബി എഴുതാം. ഇത് രണ്ടാമത്തെ ഇനിക്വാളിറ്റി. ഈ രണ്ട് ഇനിക്വാളിറ്റി അല്ലേ ശരിക്കും നമുക്ക് വേണ്ടത്. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ മൈനസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് ഓഫ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ മൈനസ് ബി. ഈ രണ്ട് ഇനിക്വാളിറ്റിയും കിട്ടി. ഈ രണ്ട് ഇനിക്വാളിറ്റിയും ഡയറക്റ്റ് ആയിട്ട് എഴുതുമ്പോൾ എനിക്ക് ഇങ്ങനെ കിട്ടും, മൈനസ് ഓഫ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ മൈനസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇത് അവിടെ നിന്ന് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ മൈനസ് ബി. നോക്കിയടാ, നോക്കി എഴുതിയാൽ മതി. മൈനസ് ഓഫ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ മൈനസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ മൈനസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ്, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ മൈനസ് ബി ഫ്രം 1 and 2. രണ്ട് ഇനിക്വാളിറ്റികളിൽ നിന്ന് നമുക്ക് കിട്ടിയ കാര്യമാണ് ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത്, വേറെ ഒന്നും എഴുതിയിട്ടില്ല. ഇത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്കറിയാം മൈനസ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി കിട്ടിക്കഴിഞ്ഞാൽ എനിക്കറിയാം അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ആണ്. നടുക്കത്തേന്റെ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ മൈനസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ നമ്പർ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ മൈനസ് ബി. പ്രൂവ് ആയി. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് അറിയാവുന്ന റിസൾട്ടുകൾ ഉപയോഗിച്ചാണ് നമ്മൾ എഴുതുന്നത്. 1-2 തവണ എഴുതി പഠിച്ചാൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ, കാണാതെ പഠിക്കേണ്ട ഒരു കാര്യമില്ല. നോക്കി, രണ്ടാമത് ഒരു കൊറോളറി കൂടി ഉണ്ട്.
അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ മൈനസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ പ്ലസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി. ഒരു പാടും ഇല്ലടാ, നോക്കിക്കോണേ. ഞാനിപ്പോ ഇവിടെ എഴുതി ബി ക്വസ്റ്റ്യൻ നല്ല എളുപ്പമാണ്. എ മൈനസ് ബിനെ എനിക്ക് എ പ്ലസ് മൈനസ് ബി എന്ന് എഴുതാം. എ പ്ലസ് മൈനസ് ബി. അപ്പൊ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ മൈനസ് ബി എന്ന് പറയുമ്പോൾ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ പ്ലസ് മൈനസ് ബി എന്ന് വരും. ട്രയാങ്കിൾ ഇനിക്വാളിറ്റി യൂസ് ചെയ്യാം. ട്രയാങ്കിൾ ഇനിക്വാളിറ്റി യൂസ് ചെയ്യുമ്പോൾ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ പ്ലസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് മൈനസ് ബി എന്ന് വരും. അല്ലെ, എന്താ യൂസ് ചെയ്ത് ഇവിടെ? ഇത് എപ്പോഴും എഴുതണം കേട്ടോ, നേരത്തെ ഞാൻ എഴുതിയില്ലായിരുന്നു, എഴുതിയേക്കണേ. ട്രയാങ്കിൾ ഇനിക്വാളിറ്റി യൂസ് ചെയ്യാം. അപ്പൊ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എടാ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ പ്ലസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് മൈനസ് ബിയും അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബിയും ഈക്വൽ അല്ലേ? കഴിഞ്ഞു. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ മൈനസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ പ്ലസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി എന്ന് വന്നു. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. കണ്ടോ, നമുക്ക് അറിയാവുന്ന റിസൾട്ട് ഉപയോഗിച്ച് നമുക്ക് വളരെ പെട്ടെന്ന് എഴുതി തീർക്കാവുന്നേ ഉള്ളൂ. നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുന്നേ ഉള്ളൂ. ഓക്കെ, സോ ഒരു കൊറോളറി കൂടി നമുക്കുണ്ട്. നമ്മൾ ട്രയാങ്കിൾ ഇനിക്വാളിറ്റിയുടെ എക്സ്പാൻഷൻ ആണ്. അവിടെ നമ്മൾ രണ്ട് നമ്പേഴ്സ് മാത്രമാണ് ആഡ് ചെയ്തത്. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ പ്ലസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ പ്ലസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി. ഇവിടെ നമ്മൾ n നമ്പേഴ്സ് ആഡ് ചെയ്യുന്നു. റിസൾട്ട് സെയിം തന്നെയാണ്. n നമ്പേഴ്സ് ആഡ് ചെയ്യുന്നതിന്റെ അബ്സല്യൂട്ട് വാല്യൂ എടുക്കുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഓരോന്നിന്റെയും അബ്സല്യൂട്ട് വാല്യൂ എടുത്ത് ആഡ് ചെയ്യുന്നതാണ്. നമ്മളുടെ മറ്റേ സാധനം തന്നെ. രണ്ട് നമ്പറിലാകുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതി അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ പ്ലസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ പ്ലസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി. അപ്പൊ n നമ്പർ ആകുമ്പോൾ ഇങ്ങനെ എഴുതാൻ പറ്റും. അതിന് പ്രത്യേകിച്ച് പ്രൂഫ് ഒന്നും വേണ്ട, നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ ഈ റിസൾട്ടുകളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ റിസൾട്ടുകൾ ഉപയോഗിച്ച് നമുക്ക് പ്രോബ്ലം ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.